Hi friends, Anjali Tech Academy's online channel everyone swadham. My name is Vishnuji Ranjit. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നല്ല കണക്ഷനിലൂടെയും കോഡിലൂടെയും സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് രാജ്യങ്ങൾ, തലസ്ഥാനങ്ങൾ, പിന്നെ കറൻസികൾ. കൺട്രി, ക്യാപിറ്റൽ, കറൻസി മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സ്ഥിരം ചോദിക്കാറുമുണ്ട്, കുഴപ്പിക്കാറുമുണ്ട്. അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പഠിച്ച് കോഡിലൂടെ തന്നെ കണക്ട് ചെയ്ത് മുമ്പോട്ട് പോവാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അത് മാത്രമല്ല ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോ ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് അസർബൈജാന്റെ ക്യാപിറ്റലും കറൻസിയുമാണ്. നമുക്ക് ഒരു ഒറ്റ കണക്ഷൻ കിട്ടിയാൽ മതി, അത് വെച്ചിട്ട് തന്നെ നമുക്ക് പിടിക്കാം. അപ്പൊ നമുക്ക് പരീക്ഷയിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ തന്നെ അത് വെച്ചിട്ട് തന്നെ ഓർമ്മിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലൂടെ കണക്ട് ചെയ്ത് ഉത്തരത്തേക്കിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, അസർബൈജാന്റെ ക്യാപിറ്റല് ബാക്കുവും കറൻസി മാനത്തുമാണ്. ഇങ്ങനെ ഓർത്തോളൂ. അസർബൈജാൻ എന്നാൽ അസർബൈജാൻ എന്ന് ഓർത്തോളൂ. ബജ്രംഗി ബൈജാൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സിനിമയൊക്കെ വന്നിട്ടില്ലേ, അതുപോലെ ഇത് അസർബൈജാൻ. അസർബൈജാൻ വന്നിട്ട് പുള്ളി വന്നിട്ട് ഒരു വിശ്വാസിയാണ്. അപ്പൊ പുള്ളി ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പുള്ളി മാനത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും എന്നോർത്തോളൂ. അപ്പോ അസർബൈജാൻ ബാങ്ക് എന്നാൽ ബാക്കു ആണ് അവിടുത്തെ ക്യാപിറ്റല്. പ്രാർത്ഥിക്കുന്നത് മാനത്ത് നോക്കി എന്നാണ് പറഞ്ഞത്. യെസ്, മനാത്താണ് കറൻസി. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അല്ലേ? ഓക്കെ, എങ്കിൽ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ വന്നിട്ട് കാൻബറയാണ്. ഓസ്ട്രേലിയയുടെ കറൻസി ഓസ്ട്രേലിയൻ ഡോളർ ആണ്. നമുക്ക് ഇങ്ങനെ ഓർക്കാം, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസില് ക്യാബറ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡോളർ കൊടുക്കേണ്ടി വരും. അതാണ് ഓസ്ട്രേലിയൻ ഡോളർ എന്ന് ഓർത്തോളൂ. മഹേഷിന്റെ പ്രതികാര സിനിമയിലെ ബഹദ്വാസിന്റെ അച്ഛൻ പറയുമല്ലോ, നമുക്ക് ബാംഗ്ലൂർ എവിടെ ക്യാബറ കാണാൻ പോവാമൂടാ, അതൊക്കെ ഒരു കാലമല്ലേ. അതുപോലെ ഓസ്ട്രേലിയയില് ഓസിന് ക്യാബറ കാണാൻ പോയ ടീമാണ്. അവര് പക്ഷെ പിടിച്ചു വെച്ചിട്ട് ക്യാബറ അല്ലേ, നല്ല വിലപിടിപ്പുള്ളതാണ്, ഡോളർ തരണമെന്ന് പറഞ്ഞു. ഡോളർ തന്നെ വേണം, അതാണ് ഓസ്ട്രേലിയൻ ഡോളർ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ അർജന്റീന, അർജന്റ് ആണ് എന്നോർത്തോളൂ. അർജന്റീനയുടെ ക്യാപിറ്റല് ബ്യൂണസ് ഐറസ്. അർജന്റീനിയൻ പെസോയാണ്. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും വന്നിട്ട് പെസോയാണ് കറൻസി ആയിട്ട് വരുന്നത്. അതൊന്ന് മനസ്സിലിട്ടേക്കൂ. രണ്ടോ മൂന്നോ കുറച്ച് കൺട്രികളിൽ മാത്രമേ വന്നിട്ട് വേറെ കറൻസി വരുന്നുള്ളൂ. അപ്പൊ പെസോ ലാറ്റിൻ അമേരിക്കൻ വരികയാണെന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുതൽ പെസോയ്ക്കാണ് എന്ന് ഓർക്കണം. അപ്പൊ അർജന്റീനയുടെ ക്യാപിറ്റൽ വന്നിട്ട് ബ്യൂണസ് ഐറസ് ആണ്. ഇങ്ങനെ ഓർക്കാം, അർജന്റ് ആയിട്ട് ഒരാൾ BA പഠിക്കാനായിട്ട് പോവുകയാണ്. അർജന്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പേസ എടുത്തിട്ടാണ് പോകുന്നത്. ലുങ്കി പേസ എന്നൊക്കെ പറയുമല്ലോ, ഡ്രസ്സ് മാറാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പൊ അർജന്റീന BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂണസ് ഐറസ് പെസോയാണ്, അർജന്റീനിയൻ പെസോയാണ് അവിടുത്തെ കറൻസി. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ റിവ്യൂവും പലതും ഒക്കെ പറഞ്ഞു വന്നിട്ട് ഏറി കയറാറുണ്ട്. അർജന്റ് ആയിട്ട് ഒരാൾ പേസ കൊടുത്ത് വന്ന ഒരാൾ ഏറിൽ കയറി എന്നും ഓർത്തോളൂ. അതാണ് അർജന്റീന ബ്യൂണസ് ഐറസ്, അർജന്റീനിയൻ പെസോ. ഓക്കെ, എങ്കിൽ അങ്കോള, അങ്കോളയുടെ ക്യാപിറ്റൽ ലുവാൻഡയാണ്. ന്യൂ ക്വാൻസയാണ് കറൻസി. ഇങ്ങനെ ഓർത്താൽ മതി. അങ്കോള എന്നാൽ ഗോളം. ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട ഷേപ്പിലല്ലേ ഇരിക്കുന്ന ഉണ്ട, അതുപോലത്തെ പേരാണ് അങ്കോള. ഗോള ഉണ്ട എന്ന് പറഞ്ഞ ക്യാപിറ്റല് ലുവാൻഡ, ഉണ്ട അല്ലെ, അതൊരു ന്യൂ ഉണ്ടയാണ്, ന്യൂ ഗോളമാണ് എന്ന് ഓർത്തോളൂ. അതാണ് ന്യൂ ക്വാൻസയാണ് അവിടുത്തെ കറൻസി. ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാമല്ലോ. എങ്കില് അർമേനിയ, അർമേനിയയുടെ ക്യാപിറ്റൽ യെരവാൻ ആണ്. കറൻസി വന്നിട്ട് ഡ്രാം ആണ്. ഇങ്ങനെ ഓർത്തോളൂ. ഒരാൾ നടന്നു വരികയാണ്. അപ്പൊ നടന്നു വന്നപ്പോ പുള്ളി പറയാ, നമ്മുടെ നാട്ടിലെ തിരുമേനിയ എന്ന് പറഞ്ഞിട്ട് വരുന്ന പോലെ ഞാൻ അർമേനിയ, എല്ലാരും മാറുക. അപ്പോ ഒരു തമിഴ് സുഹൃത്ത് അവിടെ നിന്ന് ചോദിക്കും, യാരവൻ, അങ്ങനെ ചോദിച്ചു എന്ന് ഓർത്താൽ മതി. അതാണ് യെരവാൻ, അർമേനിയ യെരവാൻ. അപ്പോ അർമേനിയ, അവിടുത്തെ തിരുമേനി എന്ന് പറയുന്ന പോലത്തെ ആള് വന്നിട്ട് റാം എന്ന് പറഞ്ഞിട്ട് വരുന്നു എന്ന് ഓർത്തോളൂ. അതാണ് ഡ്രാം, റാം. ഓക്കെ, കോഡിനായിട്ട് പറയുന്നതാണ്. അപ്പോ അവിടെയുള്ള ആളാണ്, അവിടെയുള്ള തിരുമേനിയാണ്. അർമേനിയ വഴിമാറുക എന്ന് പറഞ്ഞു വന്നു. അപ്പോ ഒരാള് പുച്ഛത്തോടെ ചോദിക്കും, യാരവൻ എന്ന് ചോദിക്കും. അതാണ് യെരവാൻ, അവിടുത്തെ ക്യാപിറ്റൽ ആണ്. എങ്കിൽ കറൻസി റാം, പുള്ളി പറയും റാം, റാം എന്ന് ഓർത്തോളൂ. ഡ്രാം ആണ്. എങ്കിൽ ഓസ്ട്രിയയുടെ കറൻസി ക്യാപിറ്റൽ വന്നിട്ട് വിയന്ന ആണ്. കറൻസി യൂറോ. ഓസ്ട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ ഉണ്ടല്ലോ, ട്രീയുടെ മുകളിൽ വൈന് കിട്ടും എന്നോർത്തോളൂ. അപ്പൊ ക്യാപിറ്റല് വിയന്ന. വൈന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രീയുടെ മുകളിൽ ഏറണോ അല്ലേ? യെസ്, യൂറോ ആണ്. യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയുടെയും വന്നിട്ട് കറൻസി യൂറോയാണ്. ലാറ്റിൻ അമേരിക്കയിൽ അത് വരുമ്പോഴത്തേക്കും പെസോയായി മാറുന്ന പോലെ അത് ഓർത്തു വെക്കുക. ഓസ്ട്രിയ അതൊരു ട്രീ ആണെന്ന് ഓർത്തോളൂ. ട്രീയുടെ മുകളിൽ വൈനുണ്ട് എങ്കിൽ ഏറേണ്ടി വരും. യെസ്, ഏറുക എന്ന് യൂറോ, വിയന്ന. ഇങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ വന്നിട്ട് കാബൂൾ ആണ്.
അഫ്ഗാനി ആണ്. അഫ്ഗാനിസ്ഥാന്റെ കറൻസി അഫ്ഗാനി തന്നെയാണ്. എങ്കിൽ ക്യാപിറ്റല് കാബൂൾ. അവിടെ മുഴുവൻ ബുള്ളികളാണ്, അമേരിക്കയോട് പോരാടിയ ബുള്ളികളാണ് എന്നോർത്തോളൂ. അതാണ് കാബൂൾ. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ബഹാമാസിന്റെ ക്യാപിറ്റൽ വന്നിട്ട് നസാവു ആണ്. എങ്കിൽ ബഹാമാസിന്റെ കറൻസി വന്നിട്ട് ബഹാമിയൻ ഡോളർ ആണ് എന്നും ഓർത്തോളൂ. ബഹാമാസ് ഇവിടെ അതുപോലെ മാസ് പോലത്തെ ഒരു പേരല്ലേ നാസ്. എങ്കിൽ ബഹാമിയൻ ഡോളർ. മാസ് കാണിക്കുന്ന ആൾക്ക് ഡോളർ കിട്ടുമല്ലേ. യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നല്ല റീച്ച് ആവും. മാസ് കാണിക്കുന്ന വീഡിയോ ഇടുന്ന ആൾക്ക് അവിടുന്ന് ഡോളർ അയച്ചു കൊടുക്കും. സുക്കർണൻ എന്ന് ഓർത്തോളൂ ഫേസ്ബുക്കിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ മാസ് കാണിച്ചാൽ ഡോളർ കിട്ടും. ബഹാമിയൻ ഡോളർ. അതേപോലത്തെ ഒരു പേരാണ് മാസ് നസാവു. അല്ല എന്നുണ്ടെങ്കിൽ മാസ് കാണിച്ച നാസികൾക്ക്, ഹിറ്റ്ലറിന്റെ അല്ലേ നാസിസം, ആ നാസികൾക്ക് ഡോളർ കിട്ടി എന്നും കണക്ട് ചെയ്തോളൂ. എങ്കില് ബഹ്റിന്റെ ക്യാപിറ്റൽ വന്നിട്ട് മനാമയാണ്. ബഹ്റിന്റെ വന്നിട്ട് കറൻസി വന്നിട്ട് ബഹ്റിൻ ദിനാറാണ്. ഓക്കെ, പണ്ട് ഈ പനാമ എന്നൊക്കെ പറയുന്ന ബ്രാൻഡിലുള്ള സിഗരറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഓർത്തിട്ടുള്ളത്. ബഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹർ എന്ന് ഓർത്തോളൂ. ഹിന്ദിയിൽ ബാഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ്. അപ്പൊ ബാഹറിൽ നിന്നും ദിനവും പനാമ വലിക്കുന്ന ഒരാളെ വെച്ചിട്ടാണ് ഞാൻ ഓർത്തത്. യെസ്, ബഹ്റൈൻ ദിനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റിൻ ദിനാറാണ്, പനാമയല്ല, ഇത് മനാമയാണ് എന്നും ഓർത്തോളൂ. ക്യാപിറ്റല് മനാമയാണ്. എങ്കിൽ ബംഗ്ലാദേശ് ക്യാപിറ്റൽ വന്നിട്ട് ധാക്ക, കറൻസി വന്നിട്ട് ടാക്ക. പഴയ ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് ടീമിൽ കൂടുതലും ഇപ്പോഴും കണക്കൊക്കെ തന്നെയാണ്. കൂടുതലും പ്ലേയേഴ്സ് വന്നിട്ട് പലരും ഈ വാലറ്റവും വന്നിട്ട് മിഡിൽ ഓർഡറിൽ നിന്ന് തന്നെ സ്ഥിരം ഡക്കാവുന്ന പ്ലേയേഴ്സ് ആണ്. ഒന്ന് രണ്ടുപേര് നന്നായിട്ട് കളിച്ചിരുന്നാലും അവരുടെ ക്രിക്കറ്റ് ടീം അത്ര കരുത്തരല്ല. അപ്പൊ ഡക്കാവും. അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ഡക്ക എന്നാൽ ധാക്കയാണ് ക്യാപിറ്റല്. എങ്കിൽ കറൻസി വന്നിട്ട് ടാക്ക. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്ലേയേഴ്സ് സ്ഥിരം ഡക്കാവും. അങ്ങനെ കണക്ട് ചെയ്യാം. ബംഗ്ലാദേശ് ധാക്ക ടക്ക അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനായിട്ടുള്ളത് ബെലാറസ്. ബെലാറസിന്റെ ക്യാപിറ്റൽ മിൻസ്ക് ആണ്. കറൻസി ബെലാറഷ്യൻ റൂബിൾ ആണ്. ബെലാറസിന്റെ വിളിപ്പേര് എന്ത് എന്നാൽ വെളുത്ത റഷ്യ എന്നാണ്. അതിൽ തന്നെ ഉണ്ട് ബെല എന്നാൽ വെള്ള എന്ന് ഓർത്തോളൂ. ആ റസ് എന്നാൽ റഷ്യ. വെള്ള റഷ്യ, ബെലാറസ്. അതിൽ തന്നെ ഉണ്ടല്ലോ. റഷ്യയുടെ കറൻസി ആറിൽ തുടങ്ങുന്ന റൂബിൾ ആണ്. റഷ്യ റൂബിൾ അങ്ങനെ ഓർത്തോളൂ. അപ്പൊ വെള്ള റഷ്യയുടെയും അതുപോലെ തന്നെയാണ് ബെലാറഷ്യൻ റൂബിൾ ആണ് കറൻസി എന്ന് ഓർത്തോളൂ. ഓക്കെ, അപ്പോ ബെലാറസ് എന്ന് പറഞ്ഞാൽ വെള്ള റഷ്യ എന്നാണ്. അപ്പോ റഷ്യയെ മിനുസപ്പെടുത്തിയാലാണ് വെള്ളയാവുന്നത് അല്ലേ, അങ്ങനെ ഓർക്കാം. അത് വെച്ചിട്ട് ബെലാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റല് മിൻസ്ക് ആണ്. റഷ്യ മിനുസമായാൽ വെള്ള റഷ്യയാവും എന്നോർത്തോളൂ. അപ്പോ ക്യാപിറ്റല് മിൻസ്ക്, കറൻസി ബെലാറഷ്യൻ റൂബിള്. എങ്കിൽ ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ബ്രസൽസ് ആണ്. കറൻസി യൂറോ. ബെൽജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ല് എന്ന് ഓർത്തോളൂ. ബ്രസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് പോലത്തെ പേരല്ലേ ബ്രസൽസ്. ബസ്സില് ഏറണം എന്നുണ്ടെങ്കിൽ ബെല്ലടിക്കണം അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പൊ ബെൽജിയം ക്യാപിറ്റല് ബ്രസൽസ്, ബസ് എന്ന് ഓർത്തോളൂ. ഏറുക എന്നാൽ യൂറോയാണ് അവിടുത്തെ കറൻസി. ഓക്കെ അല്ലേ. എങ്കിൽ ഭൂട്ടാന്റെ ക്യാപിറ്റൽ വന്ന് തിമ്പു ആണ്. കറൻസി വന്നിട്ട് ഗുൾട്രം. ഭൂട്ടാന്റെ ദേശീയ കായിക വിനോദം വന്നിട്ട് അമ്പെയ്ത്താണ്. അമ്പ് ഭൂ എന്ന് പറയും പോലെ അല്ലേ പോകുന്നത്. ഭൂട്ടാൻ ഭൂ എന്ന് അമ്പെയ്യും, ഭൂന്ന് അമ്പെയ്യും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ക്യാപിറ്റല് തിമ്പു ആണ്. അപ്പൊ തീ അമ്പാണ് അവര് എയ്യുന്നേന്ന് ഓർത്തോളൂ. അതാണ് തിമ്പു. തീ അമ്പൊക്കെ എയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരുത്തനും എയ്യൂല. അവിടെ ഉള്ളവന്മാര് കാട്ട് റമ്മൊക്കെ അടിച്ചിട്ടാണ് ഈ തീ അമ്പ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. അതാണ് ഗുൾട്രമ്മും അടിച്ച് തീ അമ്പ് ചെയ്യും. ഇവിടെ ഭൂട്ടാനില് ഭൂ എന്ന് പറഞ്ഞ് പോകും. ഭൂട്ടാൻ ക്യാപിറ്റൽ തിമ്പു ആണ്. ഗുൾട്രം ആണ് കറൻസി. എങ്കില് ബൊളീവിയയുടെ ക്യാപിറ്റൽ ലാപാസ് ആണ്. ബൊളീവിയൻ കറൻസി ബൊളീവിയാനോ. ആ പേരിൽ തന്നെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റൽ സിറ്റിയാണ് ലാപാസ്. ഇങ്ങനെ ഓർത്താൽ മതി. ബൊളീവിയയിൽ ആരുടെ ലായാണ് പാസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൊളീവിയറിന്റെയാണ്. സൈമൺ ബൊളീവിയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട്. ബൊളീവിയയിൽ ബൊളീവിയറിന്റെ ലായാണ് പാസ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ലാ പാസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലാപാസ് ആണ്. അപ്പൊ കറൻസി അയാളുടെ ലാ തന്നെ ആകുമ്പോ കറൻസി അയാളുടെ പേരിലായിരിക്കും ബൊളിവിയാനോ. അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ബ്രസീലിന്റെ കറൻസി റിയാൽ ആണ്. ബ്രസീല് റിയാല്. ബ്രസീലിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ബ്രസീലിയ. ഇത് ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആണ് എന്നുണ്ടെങ്കിലും ബ്രസീലില് പെസോ അല്ല. ബ്രസീലിന്റെ പേരിൽ തന്നെ ഉണ്ട് ബ്രസീലിയ. കറൻസി ആ സ്റ്റീലിലുള്ള റിയാല്. അപ്പൊ ബ്രസീലിൽ തന്നെ നമുക്ക് എല്ലാം പിടിക്കാനായിട്ട് പറ്റും. എങ്കിൽ ബൾഗേറിയയുടെ ക്യാപിറ്റൽ സോഫിയയാണ്. കറൻസി വന്നിട്ട് ലെവ് ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. ബർഗർ എന്ന് ഓർത്തോളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഗറിനോടായിരിക്കും എല്ലാവർക്കും ലവ് അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോ ബൾഗേറിയ ബർഗർ ആണ്. ക്യാപിറ്റൽ വന്നിട്ട് സോഫിയ, സോഫ്റ്റ് ബർഗർ എന്ന് ഓർത്തോളൂ. കറൻസി വന്നിട്ട് ലവ്, എല്ലാവർക്കും ലവ് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ കംബോഡിയയുടെ ക്യാപിറ്റൽ വന്നിട്ട് നോംപെൻ ആണ്. കറൻസി വന്നിട്ട് റിയൽ ആണ്.
ഇങ്ങനെ ഓർത്താൽ മതി. കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ് കമ്പോസ് ചെയ്യും, ഒരു പെന്നിന്റെയും സഹായം ഇല്ലാതെ എന്നോർത്തോളൂ. അതാണ് നോം പെന്ന്. കംബോഡിയ എന്ന് പറഞ്ഞാൽ കമ്പോസ് എന്നോർത്തോളൂ. അങ്ങനെ ഒരു പെണ്ണിന്റെ സഹായം ഇല്ലാതെ സോങ് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും പറയും ഇത് റിയൽ സോങ് ആണ്, റിയൽ സോങ് ആണ്, ഒരു ഉപകരണവും യൂസ് ചെയ്തിട്ടില്ലല്ലോ. റിയല് കമ്പോസ് ചെയ്യുന്നു നോ പെന്ന് കൊണ്ട്, റിയൽ സോങ് റിയല്, കംബോഡിയ നോ പെന്ന് റിയല്, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കില് കാനഡയുടെ ക്യാപിറ്റൽ വന്നിട്ട് ഒട്ടാവയാണ്, കാനഡയുടെ കറൻസി വന്നിട്ട് കനേഡിയൻ ഡോളർ ആണ്. നമ്മളെ മലയാളികൾ ഉൾപ്പെടെ എല്ലാ യുവാക്കളും വന്നിട്ട് കണ്ണടച്ചു വെച്ചിട്ട് ഓടുന്ന സ്ഥലം ഓട്ടവാണ് അങ്ങോട്ട്. എന്തിന്? കനേഡിയൻ ഡോളറിന് വേണ്ടിയിട്ട്. ലിറ്റിൽ അമേരിക്ക എന്നൊക്കെ അറിയപ്പെടുന്നത് കാനഡ അല്ലേ, അപ്പൊ അവിടെയും അമേരിക്ക പോലെ ഡോളറാണ്. മലയാളം ഉൾപ്പെടെ എല്ലാവരും ഏറ്റവും കൂടുതൽ പേര് പോകുന്നത് കാനഡയിലോട്ടാണല്ലേ. അപ്പൊ കണ്ണടച്ചിട്ട് ഓട്ടവ, എന്തിന്? കനേഡിയൻ ഡോളറിന് വേണ്ടിയിട്ടെന്ന് ഓർത്തോളൂ. അപ്പൊ കാനഡ ഓട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടാവയാണ് ക്യാപിറ്റല്, കനേഡിയൻ ഡോളർ ആണ് കറൻസി. എങ്കില് ചിലി വന്നിട്ട് ക്യാപിറ്റൽ വന്നിട്ട് സാന്റിയാഗോയാണ്, കറൻസി വന്നിട്ട് ചിലിയൻ പെസോ. ഇങ്ങനെ ഓർത്താൽ മതി. ചിലർ വന്നിട്ട് നമ്മുടെ അടുത്ത് സെന്റി അടിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും അല്ലേ, അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. പൈസ എന്നാൽ പെസോയാണ് എന്ന് ഓർത്തോളൂ. ചിലി, സാന്റിയാഗോ, ചിലിയൻ പെസോ. ഇതും ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ്. വീണ്ടും പെസോ വന്നത് കണ്ടോ. എങ്കില് ചൈന ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബെയ്ജിങ്, കറൻസി വന്നിട്ട് ചൈനീസ് യുവാൻ. ഇങ്ങനെ ഓർത്താൽ മതി. ചൈനയിലേക്ക് ബൈ പറഞ്ഞു പോയ ഒരു യുവാവിനെ ഓർത്താൽ മതി. ചൈന ബൈ എന്നാൽ ബെയ്ജിങ്, ചൈനീസ് യുവാൻ ആണ്. എങ്കില് കൊളംബിയയുടെ ക്യാപിറ്റൽ വന്നിട്ട് ബൊഗോട്ടയാണ്. കൊളംബിയയുടെ കറൻസി വന്നിട്ട് കൊളംബിയൻ പെസോയാണ്. ഞാൻ ഇവിടെ എഴുതിയപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, സോറി. അപ്പൊ ഇതും ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ്. വീണ്ടും പെസോ വന്നത് കണ്ടോ. ഇങ്ങനെ ഓർത്താൽ മതി. പണ്ടത്തെ കാലത്തൊക്കെ വന്നിട്ട് കുളത്തിൽ കുളിക്കാനായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പൊക്കോട്ടോ എന്ന് നമ്മൾ അനുവാദം ചോദിക്കല്ലേ വീട്ടില്, അത് വെച്ചിട്ട് ഓർക്കാം. ക്യാപിറ്റല് ബൊഗാട്ടയാണ് കൊളംബിയയുടെ. എങ്കിൽ കറൻസി വന്നിട്ട് പെസോ. പേസയെ കൊടുത്തായിരിക്കും പണ്ടുള്ള ആൾക്കാർ കൂടുതലും കുളത്തിലോട്ട് പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്വിമ്മിംഗ് പൂൾ വെച്ച് ആലോചിച്ചാൽ മതി, പൈസ കൊടുക്കേണ്ടി വരും. ലാറ്റിൻ അമേരിക്ക ആകുമ്പോൾ പൈസ പെസോയായി മാറും എന്നോർത്തോളൂ. അതാണ് കൊളംബിയൻ പെസോ. എങ്കില് ക്യൂബയുടെ ക്യാപിറ്റൽ വന്നിട്ട് ഹവാനയാണ്, കറൻസി വന്നിട്ട് ക്യൂബൻ പെസോ. വീണ്ടും ലാറ്റിൻ അമേരിക്ക വന്നപ്പോൾ പെസോ വന്നത് കണ്ടോ. ക്യൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റല്, കൺട്രിയുടെ ക്യാപിറ്റൽ വന്നിട്ട് ഹവാനയാണ്. അപ്പൊ ക്യൂബൻ ആന എന്നോർത്തോളൂ. അതാണ് ഹവാന. ക്യൂബൻ ആനയെ കാണണമെന്നുണ്ടെങ്കിൽ പെസോ കൊടുക്കണം. അത് ലാറ്റിൻ അമേരിക്കയുടെ പൈസയാണ്. യെസ്, ക്യൂബൻ പെസോ. അല്ല എന്നുണ്ടെങ്കിൽ ക്യൂബൻ ആനയുടെ പേര് ഹവാനയാണ്. ആനയ്ക്ക് ഒരു പാപ്പാൻ ഉണ്ടാവും, പുള്ളിയും പേസയെ കൊടുത്തായിരിക്കും നിൽക്കുന്നത്. അതാണ് ക്യൂബൻ പെസോ. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. എങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ വന്നിട്ട് പ്രേഗാണ്, കറൻസി വന്നിട്ട് ചെക്ക് കൊറുണയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ യോദ്ധ സിനിമയില് അരസിമൂട്ടിൽ അപ്പുകൂട്ടനും തൈപ്പറമ്പിൽ അശോകനും തമ്മിലുള്ള ചെസ് വരുമ്പോഴത്തേക്കും കള്ളക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗുമല്ലോ ചെക്ക് വെക്കുമ്പോഴത്തേക്കും. ചെക്ക് വെക്കുമ്പോഴത്തേക്കും പ്രാഗും എന്ന് ഓർത്തോളൂ. അപ്പൊ വന്നിട്ട് അപ്പുക്കുട്ടൻ പറയും അല്പമെങ്കിലും കരുണ കാണിക്കണ, കള്ളക്കളി എടുക്കരുത്. അതാണ് കൊറുണ എന്ന് ഓർത്തോളൂ. ചെക്ക് കൊറുണയാണ്. ചെക്ക് റിപ്പബ്ലിക് പ്രാഗു ചെക്ക് കൊറുണ. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു. സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. എങ്കിൽ ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ വന്നിട്ട് കോപ്പൻ ഹേഗൻ ആണ്, കറൻസി വന്നിട്ട് ക്രോൺ ആണ്. ഇങ്ങനെ ഓർത്തോളൂ. ഒരു മെന്നെ ഒരാളെ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു യവൻ കോപ്പനാണ്, യവൻ കള്ളനാണ് എന്ന് പറഞ്ഞു എന്നോർത്തോളൂ. അതാണ് കോപ്പൻ ഹേഗൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെന്നിന്റെ ക്രൗൺ അടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കി. അങ്ങനെ കണക്ട് ചെയ്യാം. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം അല്ലേ, ക്രൗൺ അല്ല ക്രോണ് എന്ന് ഓർത്തോളൂ. അക്കരെ സിനിമയിലെ പോൾ ബാർബറിനെ പോലെ. അപ്പോ മെന്ന് മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവൻ കോപ്പനാണ്. യെസ്, ഡെൻമാർക്ക് കോപ്പൻ ഹേഗന് ക്രൗൺ ആണ് അടിച്ചുകൊണ്ട് പോയത്, ക്രോൺ ആണ് കറൻസി എന്ന് ഓർത്തോളൂ. എങ്കിൽ ജിബൂട്ടിയുടെ ക്യാപിറ്റലും വന്നിട്ട് ജിബൂട്ടിയാണ്, കറൻസി വന്നിട്ട് ജിബൂട്ടി ഫ്രാങ്ക് ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. കൺട്രിയും ജിബൂട്ടി, ക്യാപിറ്റലും ജിബൂട്ടി. പൂട്ടി എന്ന് ഓർത്തോളൂ. അപ്പൊ രണ്ടിലും ഫ്രാങ്ക് ആയിട്ട് പൂട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറൻസിയും ജിബൂട്ടി ഫ്രാങ്ക് ആണ്. എങ്കില് എക്കഡോറിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ക്വിറ്റോയാണ്, കറൻസി US ഡോളർ ആണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്യാപിറ്റൽ ഏത് എന്ന് ചോദിച്ചാൽ അത് എക്കഡോറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ക്വിറ്റോയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഈ ഡോറ് തുടർന്ന് ഇത് ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂമധ്യരേഖ അടുത്തായി എന്നോർത്തോളൂ. അപ്പൊ അവിടെയുള്ള ഒരാള് അങ്ങനെ ഡോറ് തുറന്ന് ക്വിറ്റ് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്തിന്? US ഡോളർ നേടാൻ. എങ്കിലല്ലേ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ വിലപ്പെട്ട കാശാണ് US ഡോളർ. അതിനുവേണ്ടി പോയി എന്നോർത്തോളൂ. എക്കഡോർ ആ ഡോർ തുറന്ന് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിറ്റോ ക്യാപിറ്റൽ ആണ്. എന്തിന്? US ഡോളറിന് വേണ്ടിയിട്ടാണ് പോയത്, കറൻസി US ഡോളർ ആണ്. എങ്കിൽ ഈജിപ്തിന്റെ ക്യാപിറ്റൽ വന്നിട്ട് കെയ്റോയാണ്, കറൻസി വന്നിട്ട് ഈജിപ്ത് പൗണ്ട് ആണ്. പണ്ട് മമ്മി സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, അതിൽ കാണിക്കുന്നത് ഈജിപ്തിലെ പിരമിഡ് ഒക്കെയാണ്, അതിനുള്ളിലാണ് മമ്മി ഉള്ളത്. അപ്പൊ അന്ന് മുതലേ ഈജിപ്തിലേക്ക് കയറാനായിട്ട്
പണ്ട് തൊട്ടേ എല്ലാവർക്കും ആഗ്രഹമാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഈജിപ്ത് ക്യാപിറ്റൽ വന്നിട്ട് കൈറാനാണ്. ഈജിപ്തിലോട്ട് കയറാൻ അല്ലെങ്കിൽ പിരമിഡിലോട്ട് കയറാൻ എന്നല്ലേ കൈറോ. അവിടുത്തെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ത് പൗണ്ട്. അവിടുത്തെ എന്താണ് പണ്ട് തൊട്ടേ എല്ലാവർക്കും ആഗ്രഹമാണ്, അതാണ് പൗണ്ട്. അങ്ങനെ ഓർത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഈജിപ്തിലോട്ട് കയറാനായിട്ട് പാടാണ്, അതാണ് പൗണ്ട് എന്നോർത്തോളൂ. ഈജിപ്ത് പൗണ്ട്. എങ്കിൽ എത്തിയോപ്യ ക്യാപിറ്റൽ വന്നിട്ട് ആഡിസ് അബാബയാണ്, കറൻസി വന്നിട്ട് ബിറാണ്. ഇങ്ങനെ ഓർത്താൽ മതി. എല്ലാവരെയും എത്തി അടിക്കുന്ന ഒരു ബാബയുണ്ട് അവിടെ. പുള്ളി എപ്പോഴും വന്നിട്ട് ബീറൊക്കെ അടിച്ച് ഫിറ്റാണ് എന്നും ഓർത്തോളൂ. നമുക്ക് കണക്ട് ചെയ്യാം. എത്തിയോപ്യയുടെ ക്യാപിറ്റൽ വന്നിട്ട് ആഡിസ് അബാബ. അതാണ് എല്ലാവരെയും എത്തി അടിക്കുന്ന ബാബ ആഡിസ് അബാബ. പുള്ളി അടിക്കുന്നത് എപ്പോഴായിരിക്കും? ഫിറ്റ് ആവുമ്പോഴല്ലേ. ബിയർ അടിച്ചാണ് ഫിറ്റായെന്ന് ഓർത്തോളൂ. എത്തിയോപ്യയുടെ കറൻസി വന്നിട്ട് ബിർ ആണ് എന്നും ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ഫിജിയുടെ ക്യാപിറ്റൽ വന്നിട്ട് സുവയാണ്, കറൻസി വന്നിട്ട് ഫിജി ഡോളറാണ്. ഇങ്ങനെ ഓർത്തോളൂ. ഫിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബജി. ആ ബജിയുടെ ചുവ അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ഡോളർ തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് ഫിജി ഡോളർ. ഫിജി ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവയാണ് ക്യാപിറ്റല്, കറൻസി വന്നിട്ട് ഫിജി ഡോളർ. അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ഫിൻലാൻഡിന്റെ ക്യാപിറ്റല് വന്നിട്ട് ഹെൽസിങ്കിയാണ്, കറൻസി വന്നിട്ട് യൂറോയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ആ ലാൻഡിൽ ഫില്ല് ചെയ്ത് വെച്ചൊക്കെയാണ് സിംഗങ്ങളെ. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെല്ലാണ് എന്നോർത്തോളൂ. അതാണ് ഹെൽസിങ്കി. അതുകൊണ്ട് എല്ലാവരും അവിടെ കയറാൻ മടിക്കും. അതാണ് യൂറോ എന്നും ഓർത്തോളൂ. ഫിൻലാൻഡിന്റെ ക്യാപിറ്റല് ഹെൽസിങ്കിയാണ്, കറൻസി യൂറോ. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കില് കൺട്രി ഫ്രാൻസ് ക്യാപിറ്റൽ വന്നിട്ട് പാരീസ് ആണ്, കറൻസി യൂറോ. ഇങ്ങനെ ഓർക്കാം. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസ് ആണ്. അപ്പൊ ഫ്രാൻസിൽ പോയാൽ ഫാഷൻ സിറ്റി ആയ പാരീസിൽ പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ കയറാനായിട്ട് ഇഷ്ടമാണ്. അതാണ് യൂറോ. അത് മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിൽ ഞാൻ പറഞ്ഞു കൂടുതലും രാജ്യങ്ങൾക്ക് വന്നിട്ട് യൂറോ ആണ് കറൻസി. യൂറോപ്യൻ യൂണിയനിലൊക്കെ അംഗമായിട്ടുള്ള രാജ്യങ്ങളായതുകൊണ്ട് അപ്പൊ ഫ്രാൻസിലും യൂറോയാണ് എന്നോർത്തോളൂ. ക്യാപിറ്റൽ പാരീസ് ആണ്. എങ്കിൽ ജോർജിയയുടെ ക്യാപിറ്റൽ വന്നിട്ട് ടിബ്ലിസി ആണ്, കറൻസി വന്നിട്ട് ലാറി ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മലയാള സിനിമയിൽ വന്നിട്ട് ഒരു ക്യാരക്ടറാണ്. അതൊരു ലോറിക്കാരനാണ്. ഇബിലീസിന്റെ സ്വഭാവവുമാണ് എന്നോർത്തോളൂ. ജോർജിയ ലോറിക്കാരനാണ്, ലോറി ഡ്രൈവറാണ്. ഇബിലീസിന്റെ സ്വഭാവമുള്ള ഒരു ലോറി ഡ്രൈവറിന്റെ ക്യാരക്ടറാണ് എന്നോർത്തോളൂ. അതാണ് ടിബ്ലിസി എന്ന് ഓർത്താൽ മതി. എങ്കിൽ ജർമ്മനിയുടെ ക്യാപിറ്റൽ വന്നിട്ട് ബെർലിൻ ആണ്, കറൻസി വന്നിട്ട് യൂറോ. അങ്ങനെ ഓർത്താൽ മതി. ജർമ്മനി ബെർലിൻ. നിങ്ങൾക്കറിയായിരിക്കും ബെർലിൻ മതിലൊക്കെ തകർത്ത് ജർമ്മനിയെ ഒന്നാക്കിയ കഥ. അപ്പോ ജർമ്മനിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിൻ മതില് ഏറേണ്ടി വരും എന്നോർത്താലും മതി. ജർമ്മനി ബെർലിൻ യൂറോ. എങ്കില് ഗ്രീസിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ഏതൻസ് ആണ്, കറൻസി വന്നിട്ട് യൂറോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കൂ. അപ്പൊ ക്യാപിറ്റൽ ഏതൻസ് ആണ്, കറൻസി യൂറോ. ഇങ്ങനെ ഓർത്താൽ മതി. ഒരാള് ഗ്രീസ് വന്നിട്ട് എത്തി എറിയുകയാണ്, എല്ലാവരെയും കയ്യിൽ ഗ്രീസ് എടുത്തിട്ട് എത്തി എറിയുകയാണ് എന്നോർത്തോളൂ. ഗ്രീസ് എത്തി എന്നാൽ ഏതൻസ് ആണ്, കറൻസി യൂറോ. എങ്കിൽ ഐസ്ലാൻഡിന്റെ ക്യാപിറ്റൽ വന്നിട്ട് റെയ്ക്ജാവിക് ആണ്, കറൻസി വന്നിട്ട് ക്രോണയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഐസ്ലാൻഡിൽ പോയിട്ട് ഒരാൾ വന്നിട്ട് ചവയ്ക്കുകയാണ്. ഐസുള്ള ലാൻഡ് അല്ലേ, ഐസിനടുത്ത് ചവയ്ക്കുന്ന ഒരു റെയ്ക്കിനെ ഓർത്താൽ മതി. അതാണ് റെയ്ക്ജാവിക്. അപ്പൊ എല്ലാരും പറയും എടാ ചവയ്ക്കരുത്, കൊറോണ വരുമെന്ന്. ഐസ്ലാൻഡ് റെയ്ക്ജാവിക് ക്രോണയാണ്, കറൻസി. എങ്കിൽ ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വന്നിട്ട് ന്യൂഡൽഹിയാണ്, കറൻസി വന്നിട്ട് റുപ്പിയാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിൽ ഇന്ത്യയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും കറുത്തു പോകും എന്ന് ഓർത്തോളൂ. അപ്പോ ഇന്തോനേഷ്യയിലേക്ക് എത്തുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ജക്കാർത്തയാകും. എല്ലാവരും കറുത്തു പോകും, സൂര്യപ്രകാശം കൂടുതൽ അടിക്കും എന്ന് കോർഡിനായിട്ട് ഓർത്താൽ മതി. ഇന്തോനേഷ്യ ജക്കാർത്തയാണ്. അപ്പൊ റുപ്പിയ ആവും എന്നും ഓർത്തോളൂ. ഇന്തോനേഷ്യൻ റുപ്പിയയാണ്. എങ്കിൽ ഇറാനിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റല് ടെഹ്റാൻ ആണ്, കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാൽ ആണ്. അപ്പോ ഇറാന്റെ ക്യാപിറ്റല് ഇറാൻ പോലത്തെ പേര് തന്നെയാണ്, ടെഹ്റാൻ. രണ്ടിലും റാൻ ഉണ്ട്. ഇറാൻ ടെഹ്റാൻ. എങ്കിൽ കറൻസി വന്നിട്ട് റിയാൽ ആണ്. ഇങ്ങനെ ഓർത്തോളൂ. പേർഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം വന്നിട്ട് ഇറാൻ ആണ്. നമുക്ക് പേർഷ്യ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ സൗദി UAE ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷെ പേർഷ്യ എന്ന യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് ഇറാൻ ആണ്. അപ്പൊ റിയൽ പേർഷ്യൻസ് വന്നിട്ട് ഇറാൻകാരാണ്. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ കറൻസിയും വന്നിട്ട് റിയാൽ ആണ്. റിയൽ പേർഷ്യൻസ് എന്ന് ഓർത്തോളൂ. അപ്പൊ ക്യാപിറ്റൽ വന്നിട്ട് അതേപോലത്തെ പേരാണ് ടെഹ്റാൻ. എങ്കിൽ ഇറാഖിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ബാഗ്ദാദ് ആണ്. അപ്പൊ അവിടെ പണ്ടൊരു ദാദ ഉണ്ടായിരുന്നു. ആ ദാദയുടെ പേരാണ് സദ്ദാം ഹുസൈൻ. ദാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ എന്ന് ഓർത്താൽ മതി. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കാം. സദ്ദാം ഹുസൈൻ എന്ന ദാദയെ വെച്ചിട്ട് ഓർക്കാം. അതേപോലത്തെ പേരാണ് ബാഗ്ദാദ്. അവരുടെ പഴയ ദാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഇന്ത്യൻ ടീമിന്റെ പഴയ ക്യാപ്റ്റൻ ദാദ എന്നല്ലേ പറയുന്നത്, സൗരവ് ഗാംഗുലി. അപ്പൊ അവരുടെയും പഴയ ദാദ സദ്ദാം ഹുസൈൻ ആണ്. അപ്പൊ ആ ദാദയ്ക്ക് വേണ്ടിയിട്ട് ബാഗ്ദാദ് എന്ന് ഓർത്തോളൂ. അതാണ് ഇറാഖിന്റെ ക്യാപിറ്റല്. എങ്കിൽ ഇറാഖിന്റെ കറൻസി വന്നിട്ട് റിയാൽ അല്ല, ദിനാർ ആണ്. ഞാൻ എഴുതിയത് മാറിപ്പോയി. അപ്പൊ ആ ദാദ ഉണ്ടായിരുന്ന സമയത്ത് ദിനവും യുദ്ധമായിരുന്നു. സദ്ദാം ഹുസൈന്റെ കാലത്താണ് കുവൈറ്റ് യുദ്ധം, അമേരിക്കയായിട്ടുള്ള യുദ്ധം. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. അപ്പോ ഇറാഖിൽ ദിനവും യുദ്ധമാണ്. ആ ദാദയുടെ പേര് സദ്ദാം ഹുസൈൻ ആണ്. അത് വെച്ചിട്ട് ബാഗ്ദാദ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ജെറുസലേമാണ്. ഇസ്രായേലിന്റെ കറൻസി വന്നിട്ട് ഷെയ്ക്കലാണ്. ഇസ്രായേൽ ആ ചെറു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും യുദ്ധങ്ങളൊക്കെ നടക്കുന്നതല്ലേ. അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇസ്രായേല് ആ ചെറു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറുസലം. ഇത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിംസിന്റെയും ജൂസിന്റെയും ഒക്കെ വന്നിട്ട് പുണ്യ നഗരം എന്നറിയപ്പെടുന്നത് ഈ ജെറുസലേമാണ്. എങ്കിൽ അവിടുത്തെ കറൻസി വന്നിട്ട് ഷെയ്ക്കൽ. ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത് ചുറ്റും ഷെയ്ഖുമാരുടെ നാടാണ്. അതിന്റെ ഇടയിലായതുകൊണ്ട് ഷെയ്ക്കലാണ് അവിടുത്തെ കറൻസി എന്ന് ഓർത്തോളൂ. അത് മാത്രമല്ല അറ്റാക്കുകൾ ധാരാളം നടക്കുന്നുണ്ട്. അയൺ ഡോം കൊണ്ടാണ് അവർ പ്രതിരോധം തീർക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ആകും. അതും വെച്ചിട്ട് ഷെയ്ക്കൽ എന്ന് ഓർത്തോളൂ. എങ്കില് അയർലാൻഡിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ഡബ്ലിൻ ആണ്. കറൻസി വന്നിട്ട് യൂറോ. ഇങ്ങനെ നമുക്ക് ഓർക്കാം. അയർലാൻഡ് തൊട്ടടുത്തുള്ള അയൽ പ്രദേശം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അയൽ ലാൻഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഡബിള് വിലയാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും കയറാനായിട്ട് ഇഷ്ടമാണ് എന്നോർത്തോളൂ. അയർലാൻഡ് ഡബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ലിൻ ആണ്. അപ്പോ കറൻസി വന്നിട്ട് യൂറോ. അല്ലാന്നുണ്ടെങ്കിൽ യൂറോ, അത് ഒരേപോലത്തെ ഒരു സാമ്യമില്ലേ, അങ്ങനെയും കണക്ട് ചെയ്തോളൂ. ഇറ്റലിയുടെ ക്യാപിറ്റൽ വന്നിട്ട് റോമാണ്. കറൻസി വന്നിട്ട് യൂറോ ആണ്. ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റം അടിച്ച് തീർക്കുന്ന ഒരു എലി വരും. അപ്പൊ ഒരു മദ്യപാനിയുടെ റമ്മ് സ്ഥിരം വന്നിട്ട് ആ എലി അടിച്ചു തീർക്കും. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എറിഞ്ഞ് ഓടിക്കും എന്നോർത്തോളൂ. ഇറ്റലി റമ്മ് എന്നോർത്തോളൂ. അദ്ദേഹം ഏറ് കൊടുത്ത് ഓടിക്കും. അതാണ് യൂറോ. എങ്കില് ജമൈക്കയിൽ എല്ലാവരും ഈ ഓട്ടത്തിൽ കിങ് ആയിട്ടുള്ള സ്ഥലം വന്നിട്ട് ജമൈക്കയാണ്. ഹുസൈൻ ബോൾട്ടിനെയൊക്കെ ഓർത്താൽ മതി. ധാരാളം വന്നിട്ട് റണ്ണിങ് അത്ലറ്റ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ജമൈക്കൻ റണ്ണേഴ്സ് എല്ലാം കിങ് ആണ്. അത് വെച്ചിട്ട് ആ ക്യാപിറ്റൽ കിങ്സ്റ്റൺ ആണ് എന്നോർത്തോളൂ. അപ്പൊ ആ കിങ്മാരെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അമേരിക്ക ഡോളർ കൊടുത്ത് കാത്തിരിക്കുകയാണ് എന്നും ഓർത്തോളൂ. കറൻസി ജമൈക്കൻ ഡോളർ ആണ്. എങ്കിൽ ജപ്പാന്റെ ക്യാപിറ്റൽ വന്നിട്ട് ടോക്കിയോ ആണ്. കറൻസി വന്നിട്ട് യെൻ ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഒരു നവദമ്പതികൾ വന്നിട്ട് ജപ്പാനിലേക്ക് വന്നിട്ട് ഹണിമൂണ് പോവുകയാണ് എന്നോർത്തോളൂ. പോകുമ്പോ തന്നെ അവർ രണ്ടുപേരും പിണങ്ങി. അപ്പോ അവര് പറയുകയാണ്, ജപ്പാനിൽ പോയാൽ എന്നോട് ടോക്കാൻ വരരുത് എന്ന് അവര് പറയുകയാണ്. അതാണ് ജപ്പാൻ. അവിടുത്തെ കറൻസി വന്ന യെന്നാണ്. ടോക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടോക്കിയോ. അത് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്നും ജപ്പാനെ കുറിച്ചായിരുന്നു ടോക്ക്. കാരണം ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുവായുധം പ്രയോഗിച്ച രാജ്യം കൂടെയാണ്. അപ്പൊ അത് വെച്ച് ഓർക്കാം. ജപ്പാൻ ടോക്കിയോ യെന്ന്. അത് മാത്രമല്ല ചൈനയില് യുവാനാണ് കറൻസി. ജപ്പാനിൽ യെന്നെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ജോർദാന്റെ ക്യാപിറ്റൽ വന്നിട്ട് അമ്മനാണ്. ജോർദാനിലെ കറൻസി വന്നിട്ട് ജോർദാൻ ദിനാറാണ്. നമുക്ക് ദിനവും ചോറ് തരുന്നത് അമ്മയാണല്ലേ. അത് വെച്ചിട്ട് ഓർക്കാം ജോർദാൻ. അപ്പൊ ക്യാപിറ്റലില് അമ്മയാണ് ചോറ് തരുന്നതെന്ന് പറഞ്ഞത്. യെസ്, അമ്മനാണ്. ദിനവും എന്നാണ് പറഞ്ഞത് ജോർദാൻ ദിനാറ്. എങ്കിൽ കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ വന്നിട്ട് നുർ സുൽത്താൻ ആണ്. കറൻസി വന്നിട്ട് തെങ്കയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. കസാക്കിന്റെ സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ 100 സുൽത്താൻമാരുണ്ട്. അവര് തങ്കമല്ല, സുൽത്താൻമാര് ദേഹം മുഴുവൻ തങ്കമൊക്കെ അണിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ കസാക്കിസ്ഥാൻ ക്യാപിറ്റൽ വന്നിട്ട് നുർ സുൽത്താൻ, കറൻസി വന്നിട്ട് തെങ്കെ. അങ്ങനെ ഓർക്കാം. എങ്കിൽ കെന്യയുടെ ക്യാപിറ്റൽ വന്നിട്ട് നെയ്റോബി ആണ്. കറൻസി വന്നിട്ട് ഷില്ലിംഗ് ആണ്. കെനിയയെ കുറിച്ചിട്ട് സഞ്ചാരത്തിലൊക്കെ പറയുന്നത് കേട്ടാൽ മതി. അവിടെ വന്നിട്ട് പുറത്തൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. റോബറി ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ബോഡി ഗാർഡിനെ കൂട്ടിക്കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കാം. കെന്യ ഒറ്റയ്ക്ക് പോരുത്, റോബറി നടക്കും. അതാണ് നെയ്റോബി. ധാരാളം ഷെൽ അറ്റാക്ക് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അതാണ് ഷില്ലിംഗ്. കറൻസിയാണ്. എങ്കിൽ ലിബിയ ക്യാപിറ്റൽ വന്നിട്ട് ട്രിപ്പോളിയാണ്. കറൻസി വന്നിട്ട് ലിബിയൻ ദിനാറ്. ഇങ്ങനെ ഓർത്താൽ മതി. പൊളി ട്രിപ്പാണ്. ട്രിപ്പ് പോകാൻ എല്ലാവർക്കും ലബാണ് എന്നോർത്തോളൂ. അതാണ് ലിബിയ പൊളി ട്രിപ്പ് എന്നോർത്തോളൂ. ട്രിപ്പോളി, അതിനെ തിരിച്ചിട്ടാൽ ട്രിപ്പോളി. ദിനവും നമുക്ക് പൊളി ട്രിപ്പ് പോകാനായിട്ട് ഇഷ്ടമായിരിക്കും അല്ലേ. ലിബിയൻ ദിനാറ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിനവും പൊളി ട്രിപ്പ് പോവാം. അപ്പൊ എല്ലാവർക്കും ലബാവും. അതാണ് ലിബിയ. എങ്കിൽ മലേഷ്യയുടെ ക്യാപിറ്റൽ വന്നിട്ട് കോലാലംപൂർ. കറൻസി വന്നിട്ട് റിങ്കറ്റ് ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. കുല. ഓക്കെ, മലേഷ്യയിലെ കുല റിങ് ഷേപ്പ് ആണ് എന്നോർത്തോളൂ. കോലാലംപൂർ ആണ്. റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്കറ്റ്. എങ്കിൽ മൗറീഷ്യസിന്റെ വന്നിട്ട് ക്യാപിറ്റൽ വന്നിട്ട് പോർട്ട് ലൂയിസ്. കറൻസി വന്നിട്ട് മൗറീഷ്യൻ റുപ്പിയാണ്. ധാരാളം ഇന്ത്യക്കാര് ഉള്ള രാജ്യമാണ്. അവിടുത്തെ വന്നിട്ട് പ്രസിഡന്റിന്റെ ഒക്കെ പേര് വന്നിട്ട് ഇന്ത്യൻ പേര് പോലത്തെ സാമ്യമുള്ള പേരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കറൻസിയും വന്നിട്ട് അതുപോലത്തെ പേരാണ്, മൗറീഷ്യൻ റുപ്പി എന്നോർത്തോളൂ. എങ്കിൽ അവിടുത്തെ ക്യാപിറ്റല് മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ വന്നിട്ട്
വന്നിട്ട് പോർട്ട് ലൂയിസ് ആണ്, മുറിഞ്ഞ പോർട്ടാണ് എന്നോർത്തോളൂ മൗറീഷ്യസില്, അതാണ് ക്യാപിറ്റല്. എങ്കിൽ മെക്സിക്കോയുടെ ക്യാപിറ്റൽ വന്നിട്ട് മെക്സിക്കോ സിറ്റി തന്നെയാണ്. കറൻസി വന്നിട്ട് മെക്സിക്കൻ പെസോയാണ്. മെക്സിക്കോ എന്ന് പറഞ്ഞാൽ മാക്സി എന്നൊക്കെ പറയും പോലെ അല്ലേ, അതേപോലത്തെ മറ്റൊരു ഇതാണ് പേസ, മാക്സി പേസ അങ്ങനെയൊക്കെ വെച്ചിട്ട് കറൻസി മെക്സിക്കൻ പെസോയാണ് എന്ന് ഓർത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ മെക്സിക്കൻ അപാരത സിനിമയൊക്കെ കണ്ടിട്ട് ആ പാട്ടൊക്കെ പാടിയിട്ട് ഒരാൾ പേസയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഫുൾ അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പോയി എന്നോർത്താലും മതി. മെക്സിക്കോ മെക്സിക്കൻ സിറ്റിയിലോട്ടാണ് പോകുന്നത്, മെക്സിക്കൻ പെസോയാണ് കറൻസി. എങ്കിൽ മംഗോളിയ ക്യാപിറ്റൽ വന്നിട്ട് ഉലാൻ ബത്താറാണ്, കറൻസി വന്നിട്ട് തൊഗ്രിക്കാണ്. മംഗോളിയ എന്ന് പറഞ്ഞ പൊളി മാൻ എന്നോർത്തോളൂ, പൊളി മാനെ തിരിച്ചിട്ടാൽ മംഗോളിയയാകും. അയാള് ഉല്ലാസയാത്രയിൽ ബാത്ത് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ്, അതാണ് ഉലാൻ ബത്താർ. പൊളി മാന് ഉല്ലാസയാത്രയിൽ ബാത്ത് ചെയ്യാൻ പോകുന്ന സ്ഥലം അതാണ് ഉലാൻ ബത്താർ. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്കും അതിന് പോയിട്ട് വരിക, ആരുമായിട്ട് തർക്കിക്കരുത് എന്നോർത്തോളൂ. അപ്പൊ കറൻസി തുഗ്രിക്ക് അങ്ങനെ കണക്ട് ചെയ്തോളൂ. മംഗോളിയ ക്യാപിറ്റൽ ഉലാൻ ബത്താർ, കറൻസി തുഗ്രിക്കാണ്. എങ്കിൽ മൊറോക്കോയുടെ ക്യാപിറ്റൽ വന്നിട്ട് റാബത്താണ്, കറൻസി വന്നിട്ട് ദിർഹമാണ്. ആരെയോടും വന്നിട്ട് മുറയ്ക്കരുത്, തമിഴിൽ മുറയ്ക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറയരുത്, നോക്കി കണ്ണു കൂർപ്പിക്കരുത് എന്നൊക്കെ പറയും. ആരോടും മുറയ്ക്കരുത്, അത് ദേഹത്തിന് ആപത്താണ് എന്നോർത്തോളൂ. ക്യാപിറ്റൽ റാബത്ത്, കറൻസി വന്നിട്ട് ദിർഹമാണ്. എങ്കിൽ മ്യാൻമാറിന്റെ ക്യാപിറ്റൽ വന്നിട്ട് നൈപിഡോ, കറൻസി വന്നിട്ട് ക്യാറ്റ്. ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. മ്യാൻമാറിൽ ഒരു മാൻ ഉണ്ടല്ലേ, അപ്പൊ ക്യാപിറ്റലിൽ ഒരു നായി ഉണ്ട്, നൈപിഡോ എന്നാണ്. കറൻസിയിൽ ഒരു ക്യാറ്റും ഉണ്ട്. അപ്പൊ മാന്, നായി, ക്യാറ്റ് അങ്ങനെ വെച്ചിട്ട് ഓർത്തോളൂ. എങ്കില് നമീബിയയുടെ ക്യാപിറ്റൽ വന്നിട്ട് വിൻഡ് ഹോക്ക് ആണ്, കറൻസി വന്നിട്ട് നമീബിയൻ ഡോളർ. ഇങ്ങനെ ഓർത്താൽ മതി. നമീബിയൻ വിൻഡിന് ഡോളർ വിലയാണ്, അതാണ് നമീബിയ. വിൻഡ് ഹോക്കാണ്, നമീബിയൻ ഡോളറാണ് കറൻസി. എങ്കിൽ നേപ്പാൾ ആണ് എങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ വന്നിട്ട് കാഠ്മണ്ഡു ആണ്, കറൻസി വന്നിട്ട് നേപ്പാളി റുപ്പി. യോദ്ധ സിനിമ ഓർത്താൽ മതി. തൈപ്പറമ്പില് അശോകൻ അവിടെ പോയി കാത്തു നിൽക്കുമല്ലേ, പക്ഷെ അപ്പുക്കുട്ടൻ എന്നുള്ള ഒരു മണ്ടന കാരണം അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ല, കുട്ടിമാമയെ കാണാനായിട്ട് പറ്റത്തില്ല. അതാണ് കാഠ്മണ്ഡു. ഒരു മണ്ടന കാരണം അശോകന് കാത്തു നിൽക്കേണ്ടി വന്നു. കാഠ്മണ്ഡു നേപ്പാളിലോട്ടാണ് അവര് പോകുന്നത്. എന്തിന്? കുട്ടിമാമയുടെ നേപ്പാളി റുപ്പി അടിച്ചു മാറ്റാൻ. യെസ്, നേപ്പാളീസും റുപ്പിയാണ്. എങ്കിൽ നെതർലാൻഡിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ആംസ്റ്റർഡാം ആണ്, കറൻസി വന്നിട്ട് യൂറോയാണ്. ഇങ്ങനെ ഓർക്കാം, നെല്ലുള്ള ലാൻഡില് ഒരു ഡാമിൽ നിന്നാണ് ജലം എത്തിക്കുന്നതെന്ന് ഓർത്തോളൂ, അതാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്. എങ്കിൽ കറൻസി വന്നിട്ട് യൂറോയാണ്, യൂറോപ്പിലുള്ള സ്ഥലമാണ്. അപ്പൊ നെതർലാൻഡ് അതിലും 6 ഉണ്ട്, യൂറോയിലും 6 ഉണ്ട്, അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. എങ്കിൽ ന്യൂസിലാൻഡിന്റെ ക്യാപിറ്റൽ വന്നിട്ട് വെല്ലിംഗ്ടൺ ആണ്, ന്യൂസിലാൻഡിന്റെ കറൻസി വന്നിട്ട് ന്യൂസിലാൻഡ് ഡോളർ ആണ്. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലാൻഡ് ആണ്, അപ്പൊ വെൽ മണി കൊടുക്കേണ്ടി വരും, അതും ഡോളർ തന്നെ കൊടുക്കണം, അതാണ് ന്യൂസിലാൻഡ് ഡോളർ. വെല്ലെന്നാൽ വെല്ലിംഗ്ടൺ ആണ്, ന്യൂസിലാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ടൺ കണക്കിന് ഡോളർ കൊടുക്കേണ്ടി വരും, അതാണ് വെല്ലിംഗ്ടൺ ന്യൂസിലാൻഡ് ഡോളർ എന്ന് ഓർത്തോളൂ. എങ്കിൽ നൈജീരിയയുടെ ക്യാപിറ്റൽ വന്നിട്ട് അബുജയാണ്, നൈജീരിയയുടെ കറൻസി വന്നിട്ട് നൈറ. നൈജീരിയ പോലത്തെ പേര് തന്നെയാണ് കറൻസിക്കും, നൈറ എന്ന് ഓർത്തോളൂ. നൈജീരിയ നൈറ്റ് എന്നും ഓർത്തോളൂ. നൈറ്റ് അല്ലേ അംബുജം പിരിയുന്നത്, അംബുജം എന്ന് പറഞ്ഞാൽ താമര അല്ലേ, അപ്പൊ അത് വെച്ചിട്ടും ക്യാപിറ്റൽ അബുജയാണ് എന്ന് ഓർത്തോളൂ. നോർവേയുടെ ക്യാപിറ്റൽ വന്നിട്ട് ഓസ്ലോയാണ്, എങ്കിൽ കറൻസി വന്നിട്ട് നോർവീജിയൻ ക്രോൺ ആണ്. നോർവീജിയൻ ക്രൗണിന് വേണ്ടിയിട്ട് നേരെയുള്ളൊരു വേ വഴി സ്ലോ ആയിട്ട് പോയാൽ മതി എന്നോർത്തോളൂ, അതാണ് നോർവേ. ക്യാപിറ്റൽ വന്നിട്ട് സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ലോയാണ്, കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവീജിയൻ ക്രൗൺ. നോർവീജിയൻ ക്രൗൺ കിരീടത്തിന് വേണ്ടിയിട്ട് നേരെയുള്ള വേ വഴി, അതാണ് നോർവേ. ഓക്കെ, സ്ലോ ആയിട്ട് പോകൂ, ഓസ്ലോ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും രാജ്യങ്ങളും അവയുടെ തലസ്ഥാനവും കറൻസിയുമാണ് നോക്കാനായിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാം. കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും, അതുകൊണ്ടാണ് ഇവിടം വെച്ച് നിർത്തുന്നത്. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഈ ക്ലാസ്സിന്റെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.